ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മലയാളം അറിയാമോ? അറിയാം. എല്ലാ പ്രോഗ്രാമും തമിഴിൽ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് മലയാളം അറിയത്തില്ല എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് തമിഴ്. പക്ഷേ എനിക്ക് സംസാരിക്കാനും അത്യാവശ്യം അറിയാം. പക്ഷേ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ നാമം മഹത്വപ്പെടട്ടെ. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ, എനിക്ക് മുമ്പ് വളരെ ആധികാരികമായി മன்னிപ്പിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ക്ഷമയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട ഡിസി ചെയർമാൻ അച്ഛൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഈ സ്ഥാപനത്തിൻ്റെ കറസ്പോണ്ടൻ്റ് ഗീത മാഡം, പ്രിയപ്പെട്ട ദയാസിംഗ് സാറ്, ഞാൻ ഈ ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പുതിയ ആളല്ല. ഒരു 10-25 വർഷമായിട്ട് എനിക്ക് ഈ സ്ഥാപനവുമായിട്ട് ബന്ധമുണ്ട്. കളിയിക്കവിള ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ പല പ്രോഗ്രാമുകളിലും അവിടെ കടന്നു വരുവാനും, ഇവിടെ ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരു കൺവെൻഷൻ യോഗത്തിന് പ്രസംഗിക്കാനും ഒക്കെ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു 6-7 കൊല്ലം തിരുവനന്തപുരം പട്ടണത്തിൽ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഞാൻ ട്രാൻസ്ഫറായി പോയതിന് ശേഷമാണ് ഇങ്ങോട്ട് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കാത്തത്. എന്നെ വീണ്ടും ഓർമ്മിച്ച് വിളിച്ചതിലുള്ള പ്രത്യേക സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോയമ്പത്തൂർ ഞങ്ങൾ അച്ഛന്മാരുടെ ഒരു മീറ്റിങ്ങിനായിട്ട് പോയിരുന്നു. 600ഓളം അച്ഛന്മാരും അവിടെ പങ്കെടുത്തു. അപ്പോൾ അതിൻ്റെ സ്ഥാപകനും ഡയറക്ടറുമായിരിക്കുന്ന ശ്രീ പോൾ ദിനകരൻ സാറ് അവരുടെ സ്ഥാപനത്തെ കൊണ്ടുപോയി ഞങ്ങൾക്ക് വളരെ വിശദമായി പരിചയപ്പെടുത്തി. 8500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, ഒരു വലിയ ക്യാമ്പസ്, ഏകദേശം 7780 ഏക്കർ. അത് നടന്ന് കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മയിരുന്നത് ഗ്രേസ് എന്ന സ്ഥാപനമാണ്. ഇവിടെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഈ സ്ഥലത്തെ പ്രിയപ്പെട്ട മാഡവും ഇതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവരും ഭംഗിയായി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കുകയുണ്ടായി. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലും ഓർക്കുന്ന ഒരു സ്ഥാപനമാണ്. അന്നവിടെ ശ്രീ പോൾ ദിനകരൻ ഒരു കാര്യം ഈ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടു. അവർ എൻജിനീയറിങ്ങിനും അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളെല്ലാം അവിടെ ഉണ്ട്. എന്തൊക്കെ കോഴ്സുണ്ടോ എല്ലാം, ഇന്ത്യയിൽ ലഭ്യമായ കോഴ്സസ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അച്ഛന്മാരോട് അദ്ദേഹം എല്ലാ അച്ഛന്മാരോടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങളൊരു പുതിയ കോഴ്സ് തുടങ്ങാനായിട്ട് പോകുകയാണ്. അത് മെഡിക്കൽ ഫീൽഡിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കാൽ വയ്ക്കുവാനായിട്ട് പോകുകയാണ് എന്നാണ്. ഒരു 4-5 അച്ഛന്മാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ച് അവർ പ്രാർത്ഥിച്ച് തുടങ്ങി. ഞാൻ ഓർക്കുന്നത്, ഈ സ്ഥാപനത്തിലും ഇവിടെ ഏതൊരു ചെറിയ ഫംഗ്ഷൻ വന്നാലും അച്ഛന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ച് ആണ് ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ ഒരു യാത്ര പോയി. ഡൽഹി ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ എൻ്റെ സീറ്റിന് ഇരുന്ന പയ്യൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. അച്ഛൻ എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഗ്രേസിൽ പഠിച്ചതാണ്. അച്ഛൻ ഗ്രേസിൽ വന്ന് ക്രിസ്മസ് ഫംഗ്ഷന് പാട്ട് പാടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവൻ വിദേശത്തേതോ രാജ്യത്ത് ജോലിക്ക് വേണ്ടി പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് അവൻ അടുത്ത ഫ്ലൈറ്റാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ, ഇവിടെ നിന്ന് പഠിച്ച കുട്ടികൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ജോലികൾ ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു, ഇതിനകത്ത് കുറേ ആളുകളൊക്കെ ഈ സമയത്ത് മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കണവർ ഉണ്ടോ? ഇല്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്. എങ്കിലും ഇതെന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരും കാണും. ഇങ്ങനെ ഞങ്ങളെ പിടിച്ചിരുത്തി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സമയം കഷ്ടപ്പെടുത്തുകയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. പക്ഷേ അവരുടെ അനുഭവമാണ്. അവരെങ്ങനെയായിരുന്നു, ഏത് നിലയിൽ ഈ സ്ഥാപനം ആരംഭിച്ചു, ഈ നില വരെ അവർ എത്തിച്ചേരുവാനായിട്ട് ദൈവം എന്ത് കൃപ അവർക്ക് നൽകി, അതിൻ്റെ നന്ദി അർപ്പണമാണ് അവർ ചെയ്യുന്ന ഈ ശുശ്രൂഷ. തീർച്ചയായും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്ന ആരും ഒരു നാളും അവരെ തള്ളിക്കളയുന്നവനല്ല ദൈവം എന്നതാണ്. മനോഹരമായൊരു ക്ഷമയെക്കുറിച്ചുള്ളൊരു പ്രസംഗം കേട്ടു. വളരെ ഹ്രസ്വമായൊരു മീറ്റിംഗ് ആയതുകൊണ്ട് വളരെ സംസാരിക്കാനായിട്ട് സാധിക്കില്ലെങ്കിലും ക്ഷമയെക്കുറിച്ചൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ക്ഷമയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവാണ്. എന്താ യേശു ക്രിസ്തു പറഞ്ഞത്? ഒരു ജഗടത്തടിച്ചാൽ
മറുചകിടും കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ ഉടുപ്പിന് പിടിച്ചാൽ അങ്കി കൂടെ വിട്ടുകൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പള്ളി പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു പയ്യന് തോന്നി, ഈ പ്രസംഗിയാർ നല്ല ക്ഷമയുള്ള ആളായിരിക്കുമല്ലോ. പ്രസംഗം കഴിഞ്ഞ് പുറത്തോട്ട് വന്നതും ആ പയ്യൻ പ്രസംഗിയാരെ ചെകിട്ടത്ത് ഒറ്റ അടി കൊടുത്തു. പ്രസംഗിയാർക്ക് നന്നായിട്ട് വേദനിച്ചു. അതുകൊണ്ട് അദ്ദേഹവും സർവ്വശക്തിയും എടുത്ത് അവൻ്റെ ചെകിട്ടത്തേക്ക് വേറൊരടി കൊടുത്തു. അപ്പോൾ ആ പയ്യൻ ചോദിച്ചു, ഇപ്പോഴേ നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതല്ലേ, ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കണമെന്ന്, പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രസംഗിയാർ സുവിശേഷകൻ പറഞ്ഞു, നീ അങ്ങനെ മാത്രമല്ലേ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന്. അപ്പോൾ ബൈബിളിനെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്, നമ്മുടെ സുഖത്തിനും സൗകര്യങ്ങൾക്കുമൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യേശു ക്രൂശിൽ പറഞ്ഞ 7 മൊഴികൾ ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ചിന്തകളിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ളതാണ് എന്നാണ് ജോൺ മിൽട്ടൺ എന്ന ആംഗലേയ കവി പറഞ്ഞിട്ടുള്ളത്. ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ആശയങ്ങളിൽ നിന്ന് ഏറ്റവും വിലയുള്ളതാണ് യേശു നമുക്ക് വേണ്ടി നൽകിയ ചിന്ത. എനിക്കിന്ന് നൽകിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം, ക്രൂശിലെ 2-ാമത്തെ മൊഴിയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? യേശുവിനോടൊപ്പം ക്രൂശിച്ച് നിർത്തിയിരിക്കുന്ന 2 കള്ളന്മാർ, 2 വശങ്ങളിൽ. അവരിൽ ഒരാൾ യേശുവിനോട് കൂടെ ചോദിക്കുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. അതിന് മറുപടിയായിട്ടാണ് യേശു പറഞ്ഞത്, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ലോകത്തെ ഏറ്റവും മോശമായി ജീവിച്ച വ്യക്തികളിൽ ഒരാളാണ് ഈ കള്ളൻ. അതുകൊണ്ട് അവൻ അർഹിക്കുന്നതായ ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതവൻ പറയുന്നുണ്ട്, ഞങ്ങൾ അർഹിക്കുന്ന ശിക്ഷയാണ് കിട്ടിയത്, പക്ഷേ നീ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും അവൻ തൻ്റെ തെറ്റുകളും പാപങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഓർത്തുകൊള്ളണമേ എന്നാണ്. യേശു തത്സമയം തന്നെ അവനോട് പറയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് കർത്താവ് അവനോട് പറയുകയാണ്. ഇതിന് വില്യം ബാർക്ലേയൊക്കെ പറഞ്ഞിരിക്കുന്ന അതിവേദനയിലെ യേശുവിൻ്റെ സുവിശേഷം എന്നാണ്. തീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും പാപിയായ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന അവൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വളരെ തീവ്രമായ വേദനയിലൂടെ അവൻ കടന്നു പോകുന്നു, പരിഹാസത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോഴും അവൻ്റെ ദൗത്യം മറന്നു പോകുന്നില്ല. അവൻ ആ സുവിശേഷം സംവേദനം ചെയ്യുന്നു എന്നതാണ്. വിശ്വാസത്തിൻ്റെ ശബ്ദമായി, ദൈവരാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി യേശു ഈ സന്ദേശം നൽകുകയാണ്. യേശു ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് മുൻപേ ചുങ്കക്കാരും പാപികളും എവിടെ ഇരിക്കുമെന്നാ? ദൈവരാജ്യത്തിൽ കാണും, സ്വർഗത്തിൽ കാണുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മുമ്പ് പാപികളും ചുങ്കക്കാരും കാണും. ശിഷ്യന്മാർക്ക് അത് അതിശയം തോന്നി. യേശു അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവൻ ഇന്നലെ വരെ കള്ളനായിരുന്നു, പക്ഷേ അവൻ്റെ ഒരു പാപ ഉണർത്തൽ മുഖാന്തരം അവനിതാ ദൈവരാജ്യത്തിലേക്ക് അവന് പ്രവേശനം സാധ്യമായിരിക്കുന്നു എന്നതാണ്. 4 ചിന്തകളാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയുന്നത്. ഒന്ന്, അവനൊരു പാപിയാണെന്ന് അവൻ ദൈവത്തോട് സമ്മതിച്ചു. അവനൊരു പാപിയെന്ന് സമ്മതിച്ചു. സഭകളെക്കുറിച്ച് ഒരാൾ എഴുതിയിരുന്ന ഇങ്ങനെയാണ്, ആഴ്ചകൾ തോറും ആളുകൾ കൂടി വന്ന് ഞങ്ങൾ പാപികളാണെന്ന് പറയുന്ന ഏക സംഘടനയാണ് സഭ. ആഴ്ചകൾ തോറും വിശ്വാസികൾ കൂടി വന്നിരുന്നിട്ട് പറയാണ് ഞങ്ങൾ പാപികളാണ് എന്ന് പറയുന്ന ഏക സംഘടനയാണ് സഭ. അതിനൊരാൾ മറുപടി കൊടുത്തത്, പാപത്തെക്കുറിച്ച് ബൈബിൾ കൂടുതൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപത്തെക്കുറിച്ച് ഓരോ ദിവസവും ചിന്തിക്കുകയും അനുതപിക്കുകയും ചെയ്യുന്നത്. ഈ ക്രൂശിലെ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നാമത് ചെയ്ത കാര്യം, അവന് മോക്ഷം കിട്ടാനായിട്ടുള്ള കാരണം, സ്വർഗം നേടാൻ, പറുദീസ ലഭിക്കാനുള്ള കാരണം, അവനൊരു പാപിയാണെന്ന് അവൻ സമ്മതിച്ചു. ഞാനൊരു പാപിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് അടുക്കുവാനായിട്ടുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഞാനൊരു പാപിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ്. ബില്ലി ഗ്രഹാം പറഞ്ഞത്, ഒരു മാനസിക വിദഗ്ധൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, മാനസിക രോഗ ആശുപത്രിയിൽ കഴിയുന്ന 70% രോഗികളും അവരുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ
അവർക്ക് വിടുതൽ ലഭിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നാണ്. പാപമാണ് അനേകരുടെ ജീവിതങ്ങളെ തകർത്ത് കളയുവാനായിട്ട് ഇടയാകുന്നത്. ബൈബിളിൽ ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് കാണുന്നു. അവൻ പാപം ചെയ്തു. പാപം അവൻ്റെ സ്നേഹിതനെ കൊലയ്ക്ക് കൊടുക്കുന്നു, അവൻ്റെ ഭാര്യയെ അപഹരിക്കുന്നു, അവൻ്റെ കുടുംബത്തെ തകർക്കുന്നു. അങ്ങനെ പാപം അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പാപം എന്നുള്ളത് ഹമാട്ടിയ എന്ന ഗ്രീക്ക് പദമാണ്. ലക്ഷ്യം തെറ്റുക എന്നതാണ്. നിങ്ങളിവിടെ എന്തിനാണ് അയച്ചിരിക്കുന്നത്? വീട്ടുകാരെന്തിനാണ് അയച്ചിരിക്കുന്നത്? പഠിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം തെറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? പാപം ചെയ്യുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇവിടെ പഠിക്കുക, പഠിച്ച് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങി വിജയിക്കുക, അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് ആരൊക്കെ തെറ്റിപ്പോകുന്നുവോ അത് പാപമാണ്. ദൈവം നമുക്ക് പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പ്രമാണങ്ങൾ വിട്ട് സഞ്ചരിക്കുന്നത് പാപമാണ്. അങ്ങനെ പാപം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാനൊരു പാപിയാണെന്ന് പറയുവാൻ അവൻ തയ്യാറാകുന്നു. ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞു. ദൈവം പാപത്തിനെതിരാണ്. അതായത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ജോസഫ് പാപം ചെയ്യുന്നു. അപ്പോൾ അതിന് ജോസഫ് ദൈവത്തോട് പറയുന്ന ഒരു മറുപടി, ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യുമെന്നാണ്. അവൻ പാപം ചെയ്യുന്നത് വേറൊരാളുമായിട്ടാണ്. പക്ഷേ അവിടെ പറയുന്നത് ഞാൻ എങ്ങനെ ദൈവത്തോട് പാപം ചെയ്യും? ഈ നീച കാര്യം ചെയ്ത് ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? അടിസ്ഥാനപരമായ ഓരോ പാപവും നിങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരെ ചെയ്യാം. അതെല്ലാം ദൈവത്തിനെതിരാണ്. പാപം ദൈവത്തിനെതിരാണ്. കാരണം ദൈവ പ്രമാണത്തിനെതിരായതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരെ ചെയ്താലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ ചെയ്താലും യാതൊരു പാപവും ദൈവത്തിനെതിരെ ചെയ്യുന്നതാണ്. അപ്പോൾ പാപം ഞാനൊരു പാപിയാണ്, ഞാനൊരു തെറ്റുകാരനാണെന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയണം. അത് ആ ക്രൂശിലെ കള്ളന് സാധിച്ചു. രണ്ടാമത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, അവൻ തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് മനുഷ്യരെ നമ്മൾ ദുഃഖവാരത്തിൽ ഓർക്കാറുണ്ട്. ഒന്ന് ആരാണ്? യൂദ ആരാ? യേശുവിനെ കാണിച്ചു കൊടുത്തവൻ. പത്രോസ് ആരാ? യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ. ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുത്തു, ഒരാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. രണ്ടുപേരും ചെയ്തത് ഒരുപോലുള്ള തെറ്റാണ്. പക്ഷെ യൂദ എന്ത് ചെയ്തു? യൂദയുടെ സംഭവം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവൻ യേശുവിനെ കാണിച്ചു കൊടുത്തു, യേശുവിനെ പിടിക്കുന്നു, ക്രൂശിക്കുന്നു. അവൻ കുറ്റബോധം കൊണ്ട് ഈ വാങ്ങിയ പൈസ കൊണ്ടുവന്ന് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, മഹാപുരോഹിതന്മാരുടെ മുൻപിൽ വലിച്ചെറിഞ്ഞിട്ട് പോയവൻ കെട്ടിത്തൂങ്ങി ചാകുന്നു. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? അവൻ തള്ളിപ്പറയുമ്പോൾ കോഴി കൂകി. യേശു അവനെ നോക്കി. അവന് പാപബോധമുണ്ടായി. ഞാൻ തെറ്റ് ചെയ്തു. യേശു തലേ രാത്രിയിലും പറഞ്ഞു, നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഞാനത് മനസ്സിലാക്കിയില്ല. അവൻ പാപം കൊണ്ട് അതിദുഃഖത്തോട് പുറത്തോട്ടിറങ്ങി അവൻ കരഞ്ഞു. അവൻ തൻ്റെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞതുകൊണ്ട് അവൻ പോയി തൂങ്ങിച്ചത്തില്ല. അവൻ വീണ്ടും യേശുവിൻ്റെ ശിഷ്യനായി തുടരുവാനായിട്ട് ഇടയായി. പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് പാപിയെന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്നാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചാലും അവൻ്റെ ജീവിതം പാപം നിറഞ്ഞതായിരിക്കും, തെറ്റ് നിറഞ്ഞതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ മുഹമ്മദ് നബി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, എൻ്റെ പാപങ്ങളെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകിക്കളയണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പാപം നമ്മുടെ ജീവിതത്തിൽ തെറ്റ് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും നമ്മൾ തയ്യാറാകണം. എങ്കിലേ നമുക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ. പാപമോചനം കൊടുക്കുവാൻ ഒരേ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ആർക്കാ? കർത്താവായ യേശു ക്രിസ്തുവിന്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് മാത്രം പാപമോചനം കൊടുക്കാനുള്ള അധികാരമുള്ളത്? വേറെ ആർക്കും ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പാപം ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ പാപവിമോചനം കൊടുക്കുവാനായിട്ട് പാപം ചെയ്ത ഒരാൾക്ക് പാപമോചനം കൊടുക്കാനായിട്ട് പറ്റില്ല.
അപ്പം യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാൻ കഴിയുമോ? അവർക്കാർക്കും സാധിച്ചിട്ടില്ല. ആർക്കും സാധിച്ചിട്ടില്ല. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം, അല്ലേ? ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പിന്നെ എങ്ങനെ യേശു മരിച്ചു? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പിന്നെ എങ്ങനെ യേശു മരിച്ചു? പാപം ചെയ്യാത്തവൻ എങ്ങനെ മരിച്ചു? അതിന് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത്, പാപമറിയാത്തവൻ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. പാപമറിയാത്തവൻ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. യേശു ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയല്ല യേശു മരിക്കുന്നത്. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾ അവൻ്റെ മേലായി. വ്യഭിചാരിണി ചെയ്ത വ്യഭിചാരം അവൻ്റെ മേലായി. മോഷ്ടിച്ചവൻ ചെയ്ത മോഷണം അവൻ്റെ മേലായി. അവൻ പാപം ചെയ്തതല്ല, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു. യേശുവിൻ്റെ ജനനത്തിൽ ദൂതൻ അവന് കൊടുത്തതെന്താ? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പം പാപം ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ പാപമോചനം കൊടുക്കുവാൻ അധികാരമുള്ളൂ. ലോകത്തിൽ പാപമോചനം കൊടുക്കുവാനുള്ള അധികാരം യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. കാരണം അവൻ പാപം ചെയ്യാത്തവൻ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രിയമുള്ളവരെ, പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞു. മൂന്നാമത്തേത്, അവൻ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നവൻ വിശ്വസിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിനെ അടക്കി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റുള്ളവർ പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവർ മീൻ പിടിക്കാൻ പോയി. പക്ഷേ ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, നീ മോക്ഷം നേടി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. യേശു ഉയർത്തെഴുന്നേൽക്കും എന്നത് അവൻ വിശ്വസിച്ചിരുന്നു എന്നതാണ്. യേശുവിനെ അതുല്യനാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും പലസ്തീനിലുണ്ട്. അതിൻ്റെ വാതിൽക്കൽ എഴുതി വച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. യേശുവിൻ്റെ ശവശരീരം അന്വേഷിച്ചു വന്ന സ്ത്രീകളോട് ദൂതൻ പറഞ്ഞു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. യേശുവിൻ്റെ അതുല്യത വിശ്വസിച്ചവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് മോക്ഷം പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനൊരു പാപിയാണെന്ന് നമ്മൾ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, ആ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞിട്ട് യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും യേശു ഉയർത്തെഴുന്നേറ്റു എന്നും ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ഞാൻ അവസാനത്തെ ചിന്തയിലേക്ക് കടന്നു ചെല്ലാം. നാലാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ നിത്യജീവൻ കൊടുക്കുവാൻ കഴിവുള്ളവനാണെന്ന് അവൻ വിശ്വസിച്ചു. അവൻ നിത്യജീവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ, എന്നെയും കൂടെ ചേർക്കണമേ എന്നതാണ് അവൻ്റെ പ്രാർത്ഥന. യേശു അവർക്ക് നിത്യജീവൻ കൊടുക്കുവാൻ മതിയായവനാണ് എന്ന് അവൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യജീവൻ ഒരുക്കുവാൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 105 പ്രാവശ്യം പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, മോക്ഷമുണ്ട് എന്നത്. അതിനു വേണ്ടിയാണ് യേശു ആരാണ്? അത് ഈ ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, അല്ലാതെ മറ്റൊരു വ്യക്തിയല്ല. എന്തിനാണ് അവൻ മനുഷ്യനായി തീർന്നത്? അവൻ ദൈവത്തിൻ്റെ വേറൊരു ഘടകമല്ല, ദൈവത്തിൻ്റെ ഒരു പാർട്ടല്ല. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നമ്മൾ സംബോധന ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മകനെന്ന അർത്ഥത്തിലല്ല, സാക്ഷാൽ ദൈവമായിരുന്നവൻ. അതിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഈ ഭൂമിയെ സൃഷ്ടിച്ചതെന്താ? വചനമാണ്. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വൃക്ഷങ്ങളുണ്ടാകട്ടെ, വൃക്ഷങ്ങളുണ്ടായി. അങ്ങനെ ആദിയിൽ സൃഷ്ടി നിർവഹിച്ച അതേ ദൈവം വചനം ജഡമായി തീർന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:14 ആദിയിൽ സൃഷ്ടിച്ച അതേ ദൈവം ജഡമായി തീർന്നു, മനുഷ്യനായിട്ട് തീർന്നു. അതിന് യോഹന്നാൻ പറയുന്നത്,
അവൻ ദൈവത്തിൻ്റെ ഏകജാതനായവനായി നമ്മൾ കണ്ടു എന്നാണ്, പുത്രനായി കണ്ടു എന്നാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, അതേ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യർക്ക് വേണ്ടി മരിച്ചു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന പ്രമാണപ്രകാരം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തത്തോളം കർത്താവ് കാൽവരി കുരിശിൽ ചൊരിഞ്ഞു. യേശു അവനെ ക്രൂശിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു പടയാളി മരിച്ചുവോ എന്നറിയുവാൻ വേണ്ടി വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ വിലാപ്പുറത്തേക്ക് കുത്തി. ഒരു തുള്ളി രക്തം പോലുമില്ലാതെ നീര് താഴേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ രക്തം മുഴുവൻ ആർക്ക് വേണ്ടി കൊടുത്തു? നിങ്ങളും ഞാനും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി. നമുക്ക് നൽകിയ പ്രമാണം അനുസരിക്കാതെ, സ്നേഹിക്കാൻ കഴിയാതെ, ബഹുമാനിക്കാൻ കഴിയാതെ, താഴ്മയോടിരിക്കാൻ കഴിയാതെ, സഹിക്കുവാൻ കഴിയാതെ, നമ്മൾ അഹങ്കാരത്തിലും തന്നിഷ്ടത്തിലും നമുക്ക് തോന്നിയ വഴികളിലൂടെ നാം ജീവിച്ചത് മുഖാന്തരം, നമ്മൾ ചെയ്ത തെറ്റ് മുഖാന്തരം, ആ തെറ്റുകൾക്ക് വിമോചനം കൊടുക്കുവാൻ അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. പ്രിയമുള്ളവരെ, ആ ക്രൂശിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ പാത പിന്തുടരാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമാ എൻ്റെ പാപഭാരവുമാ രക്ഷയേ. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുമെന്ന് കർത്താവേ, തന്നോടൊപ്പം ക്രൂശിൽ വേദന സഹിക്കുന്ന ആ കള്ളനോട് അവിടുന്ന് വാഗ്ദത്തം നൽകിയല്ലോ. അങ്ങയോട് അപേക്ഷിച്ച ഓരോരുത്തരെയും അവിടുന്ന് സ്വീകരിക്കുന്നുവെന്നും അങ്ങിൽ ആശ്രയിക്കുന്ന മക്കളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും ഏതൊരു പാപിക്കും അങ്ങയുടെ ക്രൂശിൽ സ്ഥാനമുണ്ടെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ തിരിച്ചറിയുവാനും ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഉപേക്ഷിക്കുവാനും അങ്ങയിലൂടെ നിത്യജീവൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുവാനും കർത്താവേ, വചനത്തിലൂടെ നൽകിയ ആലോചനകൾക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. തുടർന്നുള്ള സമയങ്ങളിലും അവിടുത്തെ സാന്നിധ്യം നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.